ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഡ്രോൺ ഷോട്ടാണ് ഗൈസ്. ഞാൻ വണ്ടി ഏതാണെന്ന് കാണിച്ചു തരാം ഗൈസ്. അവിടെ കിടക്കുന്നതാണ് നമ്മുടെ മുതലെന്ന് പറയുന്നത് ഗൈസ്. ഇതാണ് നമ്മൾ ആ ഒരു പണിതെടുത്ത പുതിയൊരു സാധനം ഗൈസ്. നമുക്കിതൊരു ഫോർസ എഡിഷനാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഗൈസ്. ഇത് ആൽഫ റോമിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു വണ്ടിയാണ് ഗൈസ്. ഇതിനൊരു മോഡൽ പേരുണ്ട് ഗൈസ്. ഭയങ്കര ടഫാണ് കേട്ടോ അത് പറയാൻ. ഞാൻ കുറച്ച് നേരം നോക്കിയിട്ടാണ് ഈ സംഭവം എന്താണെന്ന് മനസ്സിലായത്. ഗൂലിയ ഫാബ്രിക് ഹൊളോഗിയോ എന്നാണ് ഗൈസ് ഈ ഒരു വണ്ടിയുടെ മോഡലിൻ്റെ ഒരു പേര് ഗൈസ്. നല്ല ടാസ്ക്കാണ് ഇത് പറയാൻ. അത് ഞാൻ വിജയിച്ചത് ഗൈസ്. ഇതിൻ്റെ സ്പെല്ലിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തുമില്ലല്ലോ ഇതെന്ത് സംഭവം തന്നെ നമ്മൾ ഓർത്തു. അതുപോലത്തെ ഒരു സംഭവമാണ് ഗൈസ്. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ വായിക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല ടഫാണ്. നമുക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും ഗൈസ്. അതെന്തോ ഇറ്റാലിയൻ വേർഡോ അങ്ങനെ എന്തോ സംഭവമാണ് ഗൈസ്. നമുക്ക് ഈ ഒരു വണ്ടിയുടെ നമ്മളെ പേര് ശ്രദ്ധിച്ചാൽ മതി, നമ്മളെ നമ്പർ പ്ലേറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു നല്ലൊരു നമ്പർ പ്ലേറ്റാണ് ഗൈസ്. അതായത് ഇതൊരു ഫോർസ എഡിഷനാണ്. നമ്മൾ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പണിതെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടി ഫുള്ള് സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ് ഗൈസ്. എന്തായാലും കൊള്ളാം ഗൈസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നേരെ നമുക്ക് നമ്മുടെ ട്രാക്കിലേക്ക് പോവാം ഗൈസ്. ഇവിടുന്ന് ഏകദേശം 9.1 കിലോമീറ്റർ ഉണ്ട് ഗൈസ് നമ്മുടെ ട്രാക്കിലേക്ക്. നമ്മുടെ വണ്ടി ഇന്ന് ആ ട്രാക്കിൽ പോയിട്ട് നല്ലൊരു ടോപ്പ് സ്പീഡ് അടിക്കാനാണ് ഗൈസ് പോകുന്നത്. നേരെ ഇവനെ കൊണ്ടിട്ട് നല്ലൊരു ടോപ്പ് സ്പീഡ് കയറ്റാൻ പോവാണ് ഗൈസ്. നേരെ ട്രാക്കിലേക്ക് പോവാം ഗൈസ്. ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2060 മോഡൽ ഒരു വണ്ടിയാണ് ഗൈസ്. ഒരു അടിപൊളി വണ്ടി തന്നെയാണ് ഗൈസ്. ഇത് നമ്മൾ ഇങ്ങനൊന്നും അല്ല ഗൈസ് ഇതിൻ്റെ ലുക്ക്. ഇതിന് ഇടയ്ക്കൊരു ചവർ ലുക്കാണ് സത്യം പറഞ്ഞാൽ ഗൈസ്. സത്യം പറയാനുള്ള ഒരു ചവർ ലുക്കാണ്. പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു എഡിഷൻ ചെയ്തപ്പോൾ നല്ലൊരു ലുക്കിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക ഗൈസ്. അടിപൊളി നമ്പർ പ്ലേറ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ നേരെ നമ്മൾ റോഡിലോട്ടാണ് ഗൈസ് കൊണ്ടുവന്ന്. നമ്മളെ കാട്ടിലായിരുന്നു നമ്മുടെ വണ്ടി ഇരുന്നത്. നൈസായിട്ട് വണ്ടി ഓടിച്ച് നമ്മൾ നേരെ പെയ്യെ റോഡിലോട്ട് കൊണ്ടുപോകാനാണ്. നമ്മളെന്തായാലും നല്ല സ്പീഡിലൊന്നും റോഡിലോട്ട് കാട്ടിക്കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോകത്തില്ല, അതെല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ പെയ്യെ അങ്ങോട്ട് കാട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി റോഡിലോട്ട് വെച്ചിട്ട് പിന്നെ റോഡിൽ നിന്ന് കുറച്ച് കൈയൊക്കെ കൊടുത്തു പോകും. കാരണം നമുക്ക് റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ കയ്യിലാണ് വണ്ടി കുറച്ചുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ആ സമയത്ത് നമുക്ക് നല്ല പവറും കിട്ടും വണ്ടിക്ക്, അത്യാവശ്യം ഗ്രിപ്പും കിട്ടും. കാട്ടിലാണെങ്കിൽ ഗ്രിപ്പും കിട്ടത്തില്ല. പിന്നെ കാട്ടിക്കൂടെ ഓടിക്കേണ്ട സ്പീഡൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. കാട്ടിക്കൂടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടൊക്കെ ആസ്വദിച്ച് ഓടിക്കുക ഗൈസ്, അതാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ നൈസായിട്ട് റോഡിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. വണ്ടി നിറച്ച് ചള്ളയുണ്ട്, പോകുന്ന വഴിക്ക് അതൊക്കെ തന്നെ വെക്കോളും ഗൈസ്. ഈ ഒരു പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഈ ഒരു പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ കൈ കൊടുത്ത് വിടുകയാണ് ഗൈസ്. നമ്മൾ വണ്ടിയുടെ സൗണ്ട് കൊള്ളാമല്ലേ, കുഴപ്പമൊന്നുമില്ലയെന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി ഗൈസ്. നമ്മുടെ സൈഡ് ഡാമാണ്, എപ്പോഴും അവിടെ വെള്ളം കാണും എപ്പോഴും ഗൈസ്. പിന്നെ എനിക്ക് തോന്നുന്നു സമ്മർ സീസണിലാണെന്ന് തോന്നുന്നു ഗൈസ് വെള്ളം വരത്തില്ല. ഏതോ ഒരു സീസണിൽ വെള്ളം വരാത്ത ഉണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. അതൊക്കെ പോട്ടെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും ഇത് ക്യാപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഫുൾ നെയിം നമ്മൾ ക്യാപ്ഷനിൽ കൊടുക്കാം. അതായത് ഇത് 2016 ആണെന്ന് വരെ നമ്മൾ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും കൊള്ളാം ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോവാം. ഓക്കേ, ഓക്കെ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം. ഇത് ഏകദേശം 5.7 കിലോമീറ്റർ ഉണ്ട് ഗൈസ് നമ്മുടെ ട്രാക്കിലേക്ക്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ ഈ ഒരു നിങ്ങൾ നോക്കിയാൽ ബാക്കിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് സത്യം പറയാലോ ഒരു BMW-ൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട് നമുക്ക്. നല്ലൊരു BMW-ൻ്റെ ഒരു ലുക്കാണ് ഗൈസ് ശരിക്കും വരുന്നത്. എനിക്ക് പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമുക്ക് നമ്മൾ റെക്കമെൻഡഡ് ആയിട്ടൊക്കെ കുറേ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ചെയ്തൊരു സംഭവമാണ് ഈ ഒരു ടൈപ്പ് പെയിൻറ്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്. നമുക്ക് അതങ്ങനെ കിട്ടിയതാണ്. എന്തായാലും കൊള്ളാം ഗൈസ്. നമ്മൾ വണ്ടിയിലെ എൻജിനും കാര്യങ്ങളും എല്ലാം പണിത് വെച്ചിട്ടുണ്ട്. നമ്മൾ 400 കിലോമീറ്റർ അടിക്കാനുള്ള പവർ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും 400 കിലോമീറ്റർ അടിക്കാനുള്ള പവറൊക്കെ ഉണ്ട് ഗൈസ്. നല്ലൊരു ആംബിയൻസ്, കൊള്ളാം, അടിപൊളി വൈബാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ പോകുന്ന ഗൈസ് കുറച്ചുകൂടെ ബെറ്റർ. ഈ ഒരു ലുക്കൊക്കെ നമ്മൾ ആസ്വദിക്കും. നമ്മളിവിടെയൊക്കെ കൈ കൊടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല.
നമ്മൾ ആ ലുക്ക് ആസ്വദിച്ച് കഴിഞ്ഞുകൊണ്ടാണ് ഗൈസ് ഇപ്പം ഇങ്ങനെ പോകുന്നത്. അല്ല നമ്മൾ ഇത്രയും കൈ കൊടുത്തൊന്നും പോകില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 4.3 കിലോമീറ്ററൂടെ ഉള്ളൂ. അത് നമ്മൾ പടയുന്നു. നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാൽ ഗൈസ് വേഗം ചെല്ലാന്നേ ഉള്ളൂ. വേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ടക്കെന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റും ഗൈസ്. നമ്മളത് ചെയ്യാറില്ല. നമ്മൾ ആദ്യമേ കുറച്ച് വണ്ടി ആസ്വദിച്ചെടുക്കും. പിന്നെ നമ്മൾ ഗൈസ് ഈ റോഡിലോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് നമ്മളെ പവർ കൊണ്ട് നമ്മൾ എന്തായാലും ഗൈസ് ഇത് അറിയാതെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ കൈ കൊടുത്ത് വിടും ഗൈസ്. ഏകദേശം നല്ലൊരു ആംബിയൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി താനെ സ്ലോ ചെയ്യും ഗൈസ്. താനെ സ്ലോ ചെയ്തിട്ട് നമ്മൾ തന്നെ പെയ്യെ ഒന്ന് ഓടിച്ച് ആ ഒരു ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഗൈസ് നമ്മൾ കൈ കൊടുത്ത് വരും ഗൈസ്. ഈ ഒരു വണ്ടിയുടെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് ഒരു BMW ലുക്കുണ്ട്. നമുക്ക് ബാക്കിന് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പക്ക ഒരു BMW ലുക്ക് വരുന്നുണ്ട് ഗൈസ്. പ്രത്യേകിച്ച് സൈഡ് വ്യൂ അതായത് ഈ ഒരു ബാക്കിലത്തെ നമ്മുടെ ആ ഒരു ലൈറ്റിലോട് നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് സൈഡിൽ നിന്ന് ഒരു വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പക്ക ഒരു BMW ലുക്ക് വരുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് നോക്കിയില്ലേ ഗൈസ്, പക്ക ഒരു BMW ലുക്കാണ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ ഗൈസ്, നമ്മൾ ആ എക്സോസ്റ്റും കാര്യങ്ങളും വന്നേക്കുന്ന ആ ഒരു ഇതും നമുക്ക് ആ ഒരു സ്പോയിലറും കാര്യങ്ങളും ഒക്കെ പക്ക ഒരു BMW ആണ് ഗൈസ്. ഏകദേശം നമ്മൾ ട്രാക്കിലേക്ക് എടുക്കാറായിട്ടുണ്ട് ഗൈസ്. 1.1 കിലോമീറ്ററാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 700-500 മീറ്റർ ഒക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു റിങ് കഴിഞ്ഞാൽ നമ്മുടെ റോഡാണ്, നമുക്ക് പറത്താൻ പറ്റിയ റോഡാണ് ഗൈസ്. നമുക്ക് പറ്റിയ റോഡാണ്. ഇവിടെ നിന്ന് കൈ കൊടുത്താൽ മതി ഗൈസ്, പൊളിക്കും. പിന്നെ നമ്മളെപ്പോഴും ആ ഒരു ഇതിനകത്ത് കയറ്റി ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആ ഒരു അഗ്രസീവ് സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടേ നമ്മളെപ്പോഴും ഇത് ചെയ്യാറുള്ളൂ, വണ്ടി കൊണ്ടുപോകാറുള്ളൂ ഗൈസ്. അതെല്ലാവർക്കും അറിയാം. എപ്പോഴും നമ്മൾ ഈ ഒരു ഇതിൽ വരും, മാക്സിമം നമ്മൾ ഇതിൽ വരും ഗൈസ്. ഇതിൽ വരുമ്പോഴേ വേറൊരു ലുക്കാണ് ഗൈസ് നമ്മുടെ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഗൈസ്. എനിക്ക് അതിൻ്റെ എന്താ പറയുക റിമ്മും കാര്യങ്ങളും ആ ഒരു ലുക്ക് എഡിഷൻ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് ട്രക്ക് അടിക്കാം. ഇവിടുന്ന് ഗൈസ് ഇത് എത്ര കിലോമീറ്റർ സ്പീഡിൽ കയറും നമുക്ക് നോക്കാം ഗൈസ്. എത്ര കിലോമീറ്റർ സ്പീഡ് ചെയ്ത് കയറും, അടിച്ച് കയറേണ്ടതാണ്. നമ്മൾ അത്യാവശ്യം പവർ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നല്ല സൗണ്ടാണല്ലേ, അല്ലേ? അഗ്രസീവ് സൗണ്ടുണ്ട്, അടിപൊളി സൗണ്ടാണ്. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് വണ്ടി എടുക്കാം ഗൈസ്. വണ്ടി എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ 150, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ 100 ഗൈസ്, ഫോർത്ത് ഗിയർ 268 ഗൈസ്, ഫിഫ്ത്ത് ഗിയർ കൊണ്ടുണ്ട് 327 ഗൈസ്, ലാസ്റ്റ് ഗിയർ കൊണ്ടുണ്ട് ഗൈസ്. ചില വണ്ടിയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ടോപ്പായി ഗൈസ്. ചില വണ്ടിയൊക്കെ ഈ ഒരു സംഭവം കഴിയുമ്പോൾ തന്നെ ടോപ്പായി ഗൈസ്. 377 തൊട്ട് 79, 80 ഗൈസ്. 400 അടിക്കുള്ള പവർ സത്യം പറഞ്ഞ ഈ വണ്ടിക്കുണ്ട് ഗൈസ്. ടോപ്പ് സ്പീഡ് 400 അടിക്കുള്ള പവർ ഈ ഒരു വണ്ടിക്കുണ്ട് ഗൈസ്, ഉറപ്പായിട്ട്. ഗൈസ് അതിന് മുന്നേ തന്നെ ആ ഒരു വളവ് വന്നു ഗൈസ്. സത്യം പറയാലോ, ഈ ഒരു വണ്ടിക്ക് 400 അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ് ഗൈസ്. കാരണം എന്താ അതിൽ നമുക്ക് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നിടത്തുണ്ട് ഗൈസ്. 400 കിലോമീറ്റർ സ്പീഡിൽ നിന്ന് നമുക്ക് ടോപ്പ് സ്പീഡുണ്ട്. പക്ഷേ അത്ര ആക്സലറേഷൻ കയറി വരാനുള്ള സമയം വണ്ടിക്ക് വേണം. അങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളവും കാര്യങ്ങളും ഒന്നും ആ സമയത്ത് വരാനും പാടില്ല. അപ്പോൾ ഡൗൺ ആയിട്ട് വീണ്ടും നമുക്ക് ടൈം എടുക്കും ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഗെയിം അറ്റാക്ക് വല്ലതും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഗൈസ്, കമൻറ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും വണ്ടി ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. എന്തായാലും ഒന്നുകൂടെ പറയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.